നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ ദിക്റായി പറയാറുള്ള ഒരു വാക്കാണ്, അൽഹംദുലില്ലാ എന്ന വാക്ക്. ഇതിനിപ്പോൾ എന്താ ഉസ്താദ് ഇത്ര വലിയ പ്രത്യേകത ഉണ്ടോ? സാധാരണ നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ആ ഒരു അൽഹംദുലില്ലാ അല്ലേ പണ്ട് മുതലേ പറയുന്നു അൽഹംദുലില്ലാ. ഇപ്പോൾ നമ്മൾ തുമ്മിയാ പറയും അൽഹംദുലില്ലാ, ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ പറയും, എന്താ അൽഹംദുലില്ലാ പറയുന്നു. പക്ഷെ അതല്ല, അതിൻ്റെ പിറകിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് പുണ്യങ്ങളുണ്ട്. ഒരാൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് വമ്പൻ പ്രതിഫലമാണ്. 10 ലക്ഷത്തോളം പാപങ്ങൾ, 10 കോടി പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല പുറത്തു തരുന്ന ഒരൊറ്റ വാക്ക്. ഏതാണ് ആ വാക്ക്? ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, എന്ത് കാര്യത്തിലാണ് നമ്മൾ ഈ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത്, എന്താണ് ഈ അൽഹംദുലില്ലാ എന്ന വാക്കിൻ്റെ അർത്ഥം, ഏതൊക്കെ സമയത്താണ് നമ്മൾ പറയേണ്ടത്, ഏതൊക്കെ രൂപത്തിൽ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാം. അൽഹംദുലില്ലായുടെ വലിയൊരു ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അവസാനം വരെ വീഡിയോ കാണാൻ മറക്കരുതേ. ഇത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു തആല ഹംദ് പറയുന്ന, അൽഹംദുലില്ലാ പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറുകളും സലാമത്തുകളും ബറക്കത്തുകളും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ബുദ്ധിമുട്ടുകളുള്ള ആളുകളുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധികളായ ആളുകൾ, അതുപോലെ തന്നെ പ്രവാസികളായ ഒരുപാട് പേര് പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അവരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 10 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്ന അദ്ദേഹം മരിച്ച സമയത്ത് 20 ലക്ഷത്തോളം ആളുകളാണ് ജനാസ നിസ്കരിക്കുന്നതിന് വേണ്ടി കടന്നു വന്നത്. നമ്മൾ പ്രതിപാദിക്കുന്ന ആള് നിസ്സാരക്കാരനല്ല. മദ്ഹബിൻ്റെ 4 ഇമാമുമാരിൽ ഒരാളാകുന്ന മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ ജ്ഞാനിയാണ്, വലിയ തഖ്വയുള്ള ആളാണ്, വലിയ സൂക്ഷ്മതയുള്ള ആളാണ്. അന്നത്തെ കാലത്ത്, ഈ മഹാൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇൽമിനെ കവച്ചു വെക്കാൻ മറ്റൊരാളില്ലാത്ത തരത്തിൽ ഇൽമിൽ മികച്ചു നിന്ന ആളാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല. ഇദ്ദേഹം മരണപ്പെട്ടു, വഫാത്തായ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാകുന്ന മഹാനായ ഇബ്നു ഹുസൈമ റളിയല്ലാഹു തആല ഇദ്ദേഹത്തിന് ഈ ഉസ്താദാകുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ അദ്ദേഹത്തിൻ്റെ ജനാസ കാണാനോ അതിൽ നിസ്കരിക്കുവാനോ സംബന്ധിക്കുവാനോ പറ്റിയില്ല. എന്തോ ഒരു അസൗകര്യം കാരണം അദ്ദേഹത്തിന് ജനാസ നിസ്കരിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ പറ്റിയില്ല. പിന്നീട് ഇബ്നു ഹുസൈമ എന്ന് പറയുന്ന ശിഷ്യൻ ഒരുപാട് കണ്ട് ഈ ഉസ്താദാകുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് വേണ്ടി വിശുദ്ധമായ ഖുർആനോദി, ഒരുപാട് ദിക്റുകൾ പറഞ്ഞു, ഹദിയ ചെയ്ത് ദുആരുന്നു. എന്നിട്ട് അള്ളാഹിനോട് ദുആരുന്നു, പടച്ചോനെ എൻ്റെ ഉസ്താദിനെ നീ എനിക്കെന്ന് സ്വപ്നത്തിൽ കാണിച്ചു തരണേ എന്ന് ഈ ശിഷ്യൻ ദുആരക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഉസ്താദിനെ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ഈ ശിഷ്യനാകുന്ന ഇബ്നു ഹുസൈമ തങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ ജീവിതകാലത്ത് എങ്ങനെയാണോ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ദർസ് നടത്തിക്കൊണ്ടിരുന്നത്, അതേപോലെ ഒരു വലിയ സന്തോഷത്തോടെ, വലിയ ആഹ്ലാദത്തോടെ, ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്ന തരത്തിൽ വലിയ സന്തോഷവാനായിട്ട് ഇദ്ദേഹം തൻ്റെ ഉസ്താദിനെ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ ചോദിച്ചു, ഉസ്താദെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെ, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങൾ ഖബറിൽ ചെന്ന സമയത്ത് ആ ഖബറിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ
പ്രതിഫലം നൽകിയ എന്ത് ഇബാദത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്, ഏത് ഇബാദത്തിനാണ് അല്ലാഹു തആല കൂടുതൽ പ്രതിഫലം തന്നത് എന്ന് തൻ്റെ ശിഷ്യനാകുന്ന ഇബ്നു ഹുസൈമ തങ്ങൾ ചോദിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, അത് വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള അൽഹംദുലില്ലാ എന്ന വാക്ക്. അൽഹംദുലില്ലാ എന്ന വാക്ക് നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന വാക്ക്, നമ്മളൊക്കെ നിസ്സാരമായി പറയുന്ന വാക്ക്. ഈ വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ചിരുന്നു. ആ അധികരിപ്പിച്ച കാരണത്താൽ എനിക്ക് അല്ലാഹു തആല ഖബറിൽ വലിയ സന്തോഷവും സമാധാനവും റാഹത്തും ബറക്കത്തും നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അതാണ്, അൽഹംദുലില്ലാ എന്ന വാക്ക്. നമ്മളൊക്കെ നിസ്സാരമായി പറയുന്ന വാക്കല്ലേ, നമ്മളൊക്കെ വളരെ ഒരു ഗൗരവമില്ലാതെ പറയുന്ന വാക്കല്ലേ. പക്ഷേ ആ ഒരു വാക്കിൻ്റെ ശ്രേഷ്ഠതയും പവിത്രതയും അതിൻ്റെ പവറും ഒന്ന് മനസ്സിലാക്കിയ നമ്മൾ പിന്നെ അൽഹംദുലില്ലാ വിടൂല. അൽഹംദുലില്ലാ എന്ന വാക്ക് നമ്മൾ മറക്കൂല, അല്ലേ? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു എത്രയോ സ്ഥലത്ത് അനിഷ്കുർലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യ്, ഈ നന്ദി ചെയ്യുന്ന അല്ലാഹു തആല. അതായത് അൽഹംദുലില്ലാ എന്ന വാക്ക് എന്താ? അള്ളാഹുവിനുള്ള നന്ദിയാണ്. മഹാനായ ദാവൂദ് നബി അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, എനിക്ക് സ്വർഗത്തിൽ വേഗത്തിൽ കടന്നു പോവാനും ഈ ദുന്യാവിൽ രക്ഷപ്പെടാനും എനിക്കൊരു കാര്യം പറഞ്ഞു തരുമോ? ആ സമയത്ത് അല്ലാഹു തആല 4 കാര്യം പറഞ്ഞു കൊടുത്തു. ഒന്ന് ബദനുൻ സ്വാബ്, ക്ഷമിക്കുന്ന ശരീരമാണ്. വലിസാനുൻ ദാഖിർ, അതായത് ദിക്ർ ചെയ്യുന്ന നാവാൻ. സൗജത്തുൻ സ്വാലിഹത്തുൻ, അതായത് സ്വാലിഹത്തായ ഭാര്യയാണ്. പിന്നെ പറഞ്ഞ ഖൽബുൻ ഷാഖിർ, അതായത് ശുക്ർ ചെയ്യുന്ന ഹൃദയമാണ്. ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യുക. ലോകത്ത് ഏറ്റവും കൂടുതൽ നന്ദി കെട്ട ജീവി മനുഷ്യനാണ്. നന്ദിയുള്ളത് മറ്റു ജീവികൾക്കാണ്. പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, ഖുർആനോത്ത്, സ്വദഖ, ഇതെല്ലാം എന്താ? അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് ഉള്ള നന്ദിയാണെന്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ. പക്ഷേ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നാവ് കൊണ്ട് അള്ളാഹുവിനൊരു ഹംദ്, ഒരു നന്ദി പ്രകടനം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏത് സമയത്തും എവിടെയച്ചും എന്ത് നമുക്ക് നിഅമത്തുകൾ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. അൽഹംദുലില്ലാ എന്ന വാക്കാണ്. ഒരിക്കലും മറന്നു പോകരുത്. എന്താ ഈ അൽഹംദുലില്ലാ? നമ്മൾ നിസ്കാരത്തിൽ, അല്ലേ, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, അത് സുന്നത്തായ നിസ്കാരമാവട്ടെ ഫർളായ നിസ്കാരമാവട്ടെ, ആ നിസ്കരിക്കാൻ നമ്മൾ കൈകെട്ടിക്കഴിഞ്ഞ് നമ്മൾ അഊദും അതുപോലെ ബിസ്മിയും ഓതി കഴിഞ്ഞാൽ പ്രാരംഭ ദുആകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, അല്ലേ? അവിടെ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോക രക്ഷിതാവായ അല്ലാഹ് നിനക്കാകുന്നു എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. വെള്ളിയാഴ്ച നമ്മളെല്ലാവരും പതിവായി ഓതാറുള്ള സൂറത്തുൽ കഹ്ഫ്, ആ സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. അവിടെ ആദ്യം പറയുന്നത് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം പറയേണ്ടത് അൽഹംദുലില്ലയാണ്. വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം പറയേണ്ടത് അൽഹംദുലില്ലയാണ്. ഒരു വാഹനം കിട്ടിയാലും ആ വാഹനത്തിൽ കയറി കഴിഞ്ഞും ഒരു മുസ്ലിം പറയേണ്ടത് അൽഹംദുലില്ലയാണ്. വിവാഹം കഴിഞ്ഞാലും പറയേണ്ടത് അൽഹംദുലില്ലയാണ്. വീട് പണി നടക്കുമ്പോഴും നടന്നു കഴിഞ്ഞാലും പാലുകാച്ചിൻ്റെ അന്നും പറയേണ്ടത് അൽഹംദുലില്ലയാണ്. മക്കളുണ്ടാകുന്ന സമയത്തും പറയേണ്ടത് അൽഹംദുലില്ലയാ. ആ മക്കൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടായാൽ പറയേണ്ടതും അൽഹംദുലില്ലയാൻ. പിന്നെയോ ബാത്റൂമിൽ കയറിയിട്ട് നമ്മൾ ബാത്റൂമിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും നമ്മൾ പറയുന്നത് ഗുഫ്റാനക അൽഹംദുലില്ലാ. അവിടെ നമ്മൾ അൽഹംദുലില്ലാ പറയുന്നു. തുമ്മിയാൽ നമ്മൾ അൽഹംദുലില്ലാ പറയണം. കിടക്കുമ്പോൾ അൽഹംദുലില്ലാ പറയണം. നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ അൽഹംദുലില്ലാ പറയുന്നു. അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റാൽ പറയേണ്ട ദുആഇന്റെ ആദ്യത്തെ വാക്കും അൽഹംദുലില്ലാ എന്നാണ്. അപ്പോൾ എല്ലാ സമയത്തും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു വാക്കാണ് അൽഹംദുലില്ലാ. നമ്മൾ നിസ്സാരമായി കാണുന്നൊരു വാക്കാണ്, പക്ഷെ അത് നിസ്സാരമല്ല കേട്ടോ. നിസ്സാരമായ വാക്കല്ലത്. അത് എത്ര പവറുള്ള വാക്കാണെന്നറിയോ? ഒന്ന് ചിന്തിച്ചു നോക്കിയോ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, എൻ്റെ സഹോദരിമാർ, സഹോദരങ്ങൾ, ഒന്ന് ചിന്തിച്ച്, ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചേ, അല്ലേ? എത്രയോ ആളുകൾക്ക് ആ സ്വന്തമായി വീടില്ലാത്തത്, എത്രയോ ആളുകൾ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നത്,
എത്ര ആളുകളാണ് കൊതുകിൻ്റെ കടി കൊണ്ട് അല്ലെ ഉറങ്ങാൻ പറ്റാതെ പോകുന്നവർ. എത്ര ആളുകൾക്ക് ഉറക്കം കിട്ടുന്നില്ല. ഉറക്കം കിട്ടാൻ ഒന്ന് ഉറങ്ങിക്കിട്ടാൻ വേണ്ടി മരുന്നുകൾ മാറി മാറി കഴിക്കുന്ന ആളുകൾ. നമുക്കൊരു പ്രശ്നവുമില്ല, നമുക്ക് നല്ലതുപോലെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ഉറങ്ങാൻ നല്ല വീടുണ്ട്. എത്ര ആളുകൾക്ക് മക്കളില്ല അല്ലെ, നമുക്ക് അള്ളാഹു നല്ല മക്കളെ തന്നു. ആ മക്കളിൽ തന്നെ അള്ളാഹു താല ആരോഗ്യം തന്നു, അംഗവൈകല്യം തന്നില്ല. അൽഹംദുലില്ലാ പറയണ്ടേ? അൽഹംദുലില്ലാ നമ്മൾ പറയണ്ടേ? എത്ര പ്രാവശ്യം പറയണം? തൃശ്ശൂർ ജില്ലയിലെ എലൈറ്റ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റൽ, അതാണെന്ന് തോന്നുന്നു ആ പേര്, ആ ഒരു ഹോസ്പിറ്റലുണ്ട്. അതായത് ജനിച്ചിട്ട് ഈ അംഗവൈകല്യമുള്ള കുട്ടികളെയൊക്കെ പരിചരിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള ചികിത്സയൊക്കെ നടത്തുന്നൊരു ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നാൽ കരയാച്ചവനും കരഞ്ഞു പോകും. എത്ര കഠിന ഹൃദയമുള്ളവനാണെങ്കിലും അവൻ്റെ ഹൃദയമൊന്ന് ലോലമാകും. ആ ഹോസ്പിറ്റലിൻ്റെ അകത്തളത്തിലേക്കൊന്ന് ചെന്നാൽ എത്ര കുട്ടികളാ അല്ലേ, ജനിച്ച് 1 മാസം, ജനിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഓരോ കുട്ടികൾ അല്ലേ, 10 വയസ്സ് വരെ ഇങ്ങനെ കുട്ടികളെ ചികിത്സിക്കുക പല രൂപത്തിൽ. ഒരു കുട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയോ? ആ കുട്ടിക്ക് 2 കണ്ണുണ്ട്, പക്ഷെ കണ്ണ് തുറന്നാൽ നമ്മൾ കാണുന്ന പോലെ ഒന്നും കാണില്ല. ആകെ കാണുന്നത് മൂക്കിൻ്റെ ദശയാണ്. അതായത് ആ കുട്ടിയുടെ മൂക്ക് അതിങ്ങനെ വീർത്തിരുന്നിട്ട് കണ്ണിൻ്റെ അടിഭാഗം വരെ ഇങ്ങനെ വീർത്തിരിക്കും, മൂക്കിങ്ങനെ വീർത്തിരിക്കുന്നു. ഈ താഴ്ഭാഗത്ത് ഈ ചുണ്ടില്ല, കണ്ടാൽ പേടിച്ചു പോകും. ആ കുട്ടിയുടെ മാതാവ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് മുഖത്തേക്ക് നോക്കുന്നു, പിന്നെ കരയുന്നു, വീണ്ടും മുഖത്തേക്ക് നോക്കുന്നു, വീണ്ടും കരയുന്നു. പിന്നെയോ ഒരു കുട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയോ? ആ കുട്ടിയുടെ ഈ താടിയെല്ലുണ്ടല്ലോ, താടിയെല്ല് താഴേക്കിരിക്കുകയാണ്, ഇങ്ങനെ താഴ്ന്നിരിക്കുകയാണ്, കണ്ടാൽ പേടിയാകും. ഒരു കുട്ടിയുടെ ഒരു ചെവി ഇങ്ങനെ മടങ്ങി ഉള്ളിലേക്കിരിക്കുന്നു, മറ്റേ ചെവി വലുതായിട്ടിരിക്കുന്നു. ഓരോ കുട്ടികളുടെയും കൈകാലുകൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു. അല്ലാ, കരയാച്ചവനും കരഞ്ഞു പോകൂലേ? അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എൻ്റെ ഉമ്മമാരെ, നമുക്ക് അല്ലാഹു തആല മക്കളെ തന്നു, മക്കൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, അൽഹംദുലില്ലാ പറയണ്ടേ? എത്രയോ ആളുകൾ മക്കളില്ലാതെ വിഷമിക്കുന്നു അല്ലെ. ഗർഭാശയത്തിൽ കുരുക്കൾ, ഗർഭാശയത്തിൽ മുഴ, ഗർഭാശയം തന്നെ എടുത്തു മാറ്റുന്നു, യൂട്രസ് തന്നെ എടുത്തു മാറ്റുന്നു. എത്രയോ ആളുകൾക്ക് എത്രയോ രോഗങ്ങൾ, എത്രയോ പ്രതിസന്ധികൾ, എത്രയോ ക്യാൻസറിൻ്റെ അസുഖങ്ങൾ. നമ്മളൊക്കെ എത്രമാത്രം ഞാനൊക്കെ എത്രമാത്രം അൽഹംദുലില്ലാ പറയണം, നിങ്ങൾ എത്രമാത്രം അൽഹംദുലില്ലാ പറയണം. എത്രയോ ആളുകൾക്ക് വീടില്ല, കുടുംബമില്ല, വാഹനമില്ല, പൈസയില്ല, അംഗവൈകല്യം, കാഴ്ചയില്ല, കേൾവിയില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ. എത്രയോ പ്രശ്നങ്ങളിൽ അകപ്പെട്ടവർ. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാൻ. എത്ര പ്രാവശ്യം നമ്മൾ അൽഹംദുലില്ലാ പറയണം? എത്ര പറഞ്ഞാലാണ് മതിയാവുക? അല്ലാഹ് നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നമ്മൾ അൽഹംദുലില്ലാ എന്നുള്ള വാക്ക് മറന്നുപോയാൽ അള്ളാഹു നമ്മളെ വെറുതെ വിടൂല. അത്രമാത്രം അനുഗ്രഹം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ എന്നൊരു മനുഷ്യൻ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ, അൽഹംദുലില്ലാ എന്നൊരു മനുഷ്യൻ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ തംലഉൽ മീസാൻ, അത് മതി അവനിക്ക് രക്ഷപ്പെടാൻ. അവൻ്റെ മീസാൻ എന്ന തുലാസിൽ അത് മതി ഭാരം തൂങ്ങാനെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഹമിദ എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു, ഹമ്മദ ഒരുപാട് സ്തുതിച്ചു. ആ വാക്കിൽ നിന്നാണ് മുഹമ്മദ് എന്ന വാക്കുണ്ടായ. ഒരുപാട് സ്തുതിക്കപ്പെടുന്നവൻ. നമ്മുടെ മുത്തായ റസൂലിൻ്റെ പേര് തന്നെ അല്ലേ മുഹമ്മദ് എന്ന പേരാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. സൃഷ്ടിച്ചിട്ട് മഹാനവറുകളുടെ ശരീരത്തിലേക്ക് അല്ലാഹു തആല തലഭാഗത്തിലൂടെയാണ് റൂഹിനെ, ആത്മാവിനെ, ജീവനെ കൊടുത്തതെന്നാണ്. ആ ജീവൻ ഇങ്ങനെ പോയി മഹാനവറുകളുടെ പൊക്കിളിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ആത്തസ, മഹാനവറുകൾ തുമ്മി എന്നാണ്. തുമ്മിയ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, ആദമേ പറ അൽഹംദുലില്ലാ എന്ന് പറ. അന്ന് മുതൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം ആ വാക്ക് പറഞ്ഞു. ആദം നബിയുടെ സന്താന പരമ്പരകൾ നമ്മളും ഇപ്പോൾ തുമ്മുന്ന സമയത്ത് അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയോ നമ്മൾ ഈ ഒരു ഹംദിൻ്റെ അവസാനം, അപ്പോൾ അൽഹംദുലില്ലായുടെ തുടക്കം സ്വർഗത്തിലാണ്, ഇനി ഇതിൻ്റെ അവസാനവും സ്വർഗത്തിലാണ്. എപ്പോഴാണ് അവസാനം? വാഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് ഖുർആൻ പറയുകയാ. സ്വർഗത്തിൻ്റെ അവകാശികളെല്ലാം സ്വർഗത്തിലേക്ക് കടന്നതിന് ശേഷം അല്ലേ, അവരുടെ അവസാനത്തെ തേട്ടം അൽഹംദുലില്ലാ എന്ന വാക്കാണെന്നാണ്. എത്രമാത്രം ശ്രേഷ്ഠതയുള്ള വാക്കാ! എത്ര ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യുക, നന്ദിയുള്ളവരാവുക. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത ഉണ്ടായി, മോള് ജനിച്ചു അല്ലെങ്കിൽ മോൻ ജനിച്ചു, നമ്മൾ എക്സാമിൽ പാസ്സായി. ഇപ്പോൾ ശുക്രിൻ്റെ സുജൂദൊക്കെ നമ്മൾ സുജൂദ് ചെയ്യണം. അതെന്താ? നന്ദിയുടെ സുജൂദാണ്.
ഇപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കാരൊക്കെ ക്രിക്കറ്റ് കളി ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുട്ബോൾ ജയിച്ചു കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ ആ ഗ്രൗണ്ടിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സുജൂദൊക്കെ ഉളു ഇല്ലാതെ ചെയ്തിട്ടൊരു കാര്യമില്ല കേട്ടോ, ഉളുവോടുകൂടി വേണം ചെയ്യാൻ. മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വലിയ മഹാനാവും, ഔലിയാക്കന്മാരുടെ നേതാവല്ലേ. മഹാനവറുകൾ ഒരിക്കലും ഇങ്ങനെ ദർസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് ചെവിയിൽ പറഞ്ഞു, തങ്ങളെ നമ്മുടെ ചരക്കുമായിട്ട് വന്ന കപ്പൽ അത് മുങ്ങിയിട്ടുണ്ട് കേട്ടോ. മഹാനവറുകൾ അപ്പം തന്നെ ഇങ്ങനെ നോക്കിയിട്ട് അൽഹംദുലില്ലാ എന്നൊരു വാക്ക്. കുറച്ച് കഴിഞ്ഞ് ആ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നമ്മുടെ കപ്പലല്ല വേറൊരു കപ്പലാ മുങ്ങി, നമ്മുടെ കപ്പൽ സൈഫാ. അപ്പോഴും മഹാനവറുകൾ പറഞ്ഞു അൽഹംദുലില്ലാ. ചോദിച്ചു, ഇതെന്താ ഈ അൽഹംദുലില്ലാ രണ്ടിനും? അപ്പോൾ പറഞ്ഞു, ആദ്യം എന്നോട് വന്ന് നീ പറഞ്ഞില്ലേ നമ്മുടെ കപ്പൽ മുങ്ങിയെന്ന്, ആ കപ്പൽ മുങ്ങിയെന്ന് കേട്ട സമയത്ത് ഞാൻ ചിന്തിച്ചു, പടച്ചോനെ ഇത് നീയല്ലേ എനിക്ക് തന്നത്, നീയല്ലത്, നിനക്ക് തന്നെ അത് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല, അൽഹംദുലില്ലാ. നീ തന്നെ തന്നു, നീ തന്നെ തിരിച്ചെടുത്തു, അൽഹംദുലില്ലാ. എൻ്റെ ഈമാനൊരു ഒരു കുഴപ്പമില്ല, ഒരു എന്താ പറയുക, ഒരു ഇറക്കം, അതായത് ഒരു വിഷമം എൻ്റെ മനസ്സിലില്ല, അതുകൊണ്ട് ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. രണ്ടാമത് വന്ന് പറഞ്ഞു, നമ്മുടെ കപ്പൽ സേഫാ വേറൊരു കപ്പലാണെന്ന്. അപ്പോൾ എന്താ, ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി, എനിക്കൊരു സന്തോഷം ഉണ്ടായിട്ടില്ല, ഇതൊക്കെ അല്ലാഹ് തന്നതാണ്, അതുകൊണ്ട് വീണ്ടും ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതാണ് ഒരു ഈമാനുള്ള മനുഷ്യന്മാരങ്ങനെയാണ്. എന്ത് ദുഃഖമുണ്ടായാലും സങ്കടമുണ്ടായാലും എന്ത് വലിയ സന്തോഷമുണ്ടായാലും അവർ പറയുന്ന വാക്ക് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. അപ്പോൾ സന്തോഷത്തിൽ നമ്മൾ പറയണം അൽഹംദുലില്ലാ, അതുപോലെ ദുഃഖത്തിൻ്റെ സമയത്തും പറയണം അൽഹംദുലില്ലാ. ദുഃഖത്തിൻ്റെ സമയത്ത് നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞാൽ നമുക്കെന്താണ്, ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അല്ലാഹു തആല ജീവിതത്തിൽ ഒരുപാട് കണ്ട് തരുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അള്ളാഹുവിന് ഒരു മനുഷ്യനോട് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ എന്താ ചെയ്യുന്നറിയോ, അയാൾ ബിസ്മി പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നു. ഒരാൾ ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ കഴിഞ്ഞുപോയ 10 കോടി പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. 10 കോടി പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കും. ഒരു 10 കോടിയൊന്നും നമ്മൾ ആരും ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ അത്രമാത്രം ഉണ്ടെങ്കിൽ പോലും അല്ലാഹു കഴിഞ്ഞ കാലത്തിലെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ 10 കോടി പാപങ്ങൾ പൊറുക്കാൻ ഒരൊറ്റ വാക്ക് മതി. എന്ത്? ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇന്നു തൊട്ട് നമ്മൾ പറയണേ, എന്ത്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എന്താ അതിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാകുന്നു. അല്ലദീ അത്അമനി, എങ്ങനെയുള്ളവനാണ്, നീ എന്നെ ഭക്ഷിപ്പിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നു. ഹാദാ വറസഖനീഹി, അല്ലാഹു നീ എനിക്ക് ഭക്ഷണം തന്നു, അത് നീ എന്നെ കൊണ്ട് ഭക്ഷിപ്പിച്ചു. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, ഈ ഭക്ഷണം തന്നതും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതൊന്നും എൻ്റെ കഴിവല്ല, ഇതെല്ലാം നിന്റെ കഴിവാൻ എന്നൊരാൾ പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞേ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ 10 കോടി പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ അൽഹംദുലില്ലാ എന്ന വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് അല്ലാഹു എത്രയോ അനുഗ്രഹങ്ങളാ തന്നത്, ആ അനുഗ്രഹങ്ങളോടുള്ള നന്ദി പ്രകടനം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടാവണം, അല്ലാഹുവിനോട് ആദരവുണ്ടാവണം, അല്ലാഹുവിനോട് സ്നേഹമുണ്ടാവണം, അല്ലേ? അൽഹംദു, അൽ എന്ന വാക്ക് അവിടെ പറയുന്നുണ്ട്, അലിഫ് ലാം, അൽഹംദു എന്നാണ്. എന്താ ഈ അൽഹംദു? സർവസ്തുതിയും അല്ലാഹുവേ നീ എന്തെല്ലാം ലോകത്ത് പടച്ചിട്ടുണ്ടോ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ, എല്ലാത്തിനും അല്ലാഹുവേ ഞാനിതാ ഹംദു പറയുന്നു, സ്തുതിക്കുന്നു. ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ എന്നൊരു ദിക്ർ പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല ജീവിത വിഭവം മുടക്കൂല. ജീവിത വിഭവത്തിൽ അല്ലാഹു, ആ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് തരും, പിന്നെ അവനിക്കൊരു ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ്. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതികളും, നിനക്കാകുന്നു സർവ്വ നന്ദിയുമെന്നാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ എന്ന ദിക്റും നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഹംദ് പല രൂപത്തിലുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയാം, അതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും നമുക്ക് പറയാം. പിന്നെയോ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അല്ലേ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വനഊദു ബില്ലാഹി മിൻ ഹാലി അഹ്ലിന്നാർ. ഇതൊക്കെ ഹംദിൻ്റെ നന്ദി പ്രകടനത്തിൻ്റെ പല രൂപങ്ങളാണ്.
പിന്നെയോ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ, അതും എന്താണ്? ഈ ഹംദിൻ്റെ സ്തുതിയുടെ മറ്റൊരു രൂപമാണ്. പിന്നെയോ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, ഇതും നമുക്ക് പറയാം. പിന്നെയോ മറ്റൊന്ന് അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ മുത്തായ റസൂലിൻ്റെ ഉമ്മത്തിൽ ഞങ്ങളെ നീ പെടുത്തിയല്ലോ, അതും വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെ മനുഷ്യരാക്കി സൃഷ്ടിച്ചു, അതൊരു നിഅമത്താ. മനുഷ്യൻ മാത്രമല്ല മുസ്ലിമാക്കി, അതൊരു നിഅമത്താ. മുസ്ലിം മാത്രമല്ല ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തി, അതും വലിയ ഭാഗ്യമാണ്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന വാക്ക് മറന്നു പോവരുതേ. നമുക്ക് എത്രമാത്രം നിഅമത്താ പടച്ചോൻ തന്നത് അല്ലേ? നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാൻ, അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന വാക്ക് പറയണം. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇനി മുതൽ ഹംദ് പറയുന്നവരുടെ അല്ലെ, ഒരു മനുഷ്യൻ എത്രമാത്രം ഹംദ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയുന്നു, അതിനനുസരിച്ച് സ്വർഗത്തിൽ അവനിക്ക് ബൈത്തുൽ ഹംദ് എന്ന വലിയ കൊട്ടാരം അല്ലാഹു തആല കൊടുക്കുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അല്ലാഹുവേ പടച്ചോൻ ഞങ്ങളെല്ലാവരെയും ഹംദ് പറയുന്ന, അൽഹംദുലില്ലാ എന്ന് ഒരുപാട് വട്ടം പറയുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങളെ, സങ്കടങ്ങളെ, ദുഃഖങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.